ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഷാരുവാണ് കേട്ടോ. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. റെഡ്മി നോട്ട് 10 പ്രോ മാക്സിൻ്റെ. അപ്പം അതിൻ്റെ അൺബോക്സിങ് വീഡിയോയിലോട്ട് നമുക്ക് പോകാം. ഇതാണ് ആ ഫോണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഇതിലാദ്യം തന്നെ ഏറ്റവും ടോപ്പിൽ കാണിച്ചിരിക്കുന്നത് 108 മെഗാ പിക്സലിൻ്റെ അൾട്രാ ക്ലിയർ ക്യാമറ ആണ് മേളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്, അതും മേളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് സൈഡിലും അവരുടെ ഡീറ്റെയിൽ ആയിട്ട് അവർ മെയിനായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളത്. 60 MB അൽ സെൽഫി ക്യാമറ ഉണ്ട്. അതായത് ഫ്രണ്ട് ക്യാമറ ഇതിൻ്റെ 60 MB ആണ് വരുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, IR റിമോട്ട് കൺട്രോളർ, ഗ്ലാസ് കർവ്ഡ് ബാക്ക്, ഇതൊക്കെ ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം പറയാം. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് കാണുന്നത് ഇതിൻ്റെ ഒരു കേസാണ്. ഇത് ഫോഗി ടൈപ്പിലുള്ള ഒരു കേസാണ് ഇതിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ക്ലിയർ ക്രിസ്റ്റൽ ടൈപ്പ് അല്ല അത്. അപ്പം ഇതിനകത്ത് അടുത്ത ഇതിൻ്റെ ഡീറ്റെയിൽ അടങ്ങിയ ഒരു പേപ്പറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഫോണ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫോണിൻ്റെ ഈ കവറിനകത്ത് ഒരു പിന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പം തന്നെ വളരെ മനോഹരമായ ഒരു ഫോണായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാണുമ്പം തന്നെ അത് നമുക്ക് മനസ്സിലാവും. ഗ്ലാസ് കർവ്ഡ് ബാക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഫുള്ള് ഗ്ലാസ് ഫിനിഷ്ഡാണ്, നമുക്ക് കാണുമ്പം തന്നെ അത് മനസ്സിലാവും. ഇപ്പോൾ ഓൺ ആക്കിയിട്ടില്ല, പക്ഷേ ഒരു മിറർ എഫക്റ്റ് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. MB ക്വാഡ് ക്യാമറ, 120 Hz ആമോ LED ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ എടുത്ത് നോക്കുമ്പോഴും നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ ക്യാമറയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. 4 ക്യാമറയാണ് ബാക്കിൽ കാണുന്നത്. പ്രൈമറി ക്യാമറ കൂടാതെ 3 ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഒരു ഡബിൾ സ്റ്റെപ്പ് പോലെയാണ്, കുറച്ച് ബാക്കിലോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഈ ക്യാമറയുടെ ഡിസൈന് ചെയ്തിരിക്കുന്നത്. നല്ല സ്റ്റൈലാണത് കാണാനും. പിന്നെ ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇത് ഗ്ലാസ് ആണെന്നുള്ളത് തന്നെയാണ്. ഗ്ലാസ് കർവ്ഡ് ബാക്കും പിന്നെ ടോട്ടലി ഫുള്ളൊരു ഗ്ലാസ് ഫിനിഷാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അത് കാണാൻ തന്നെ ഒരു വേറൊരു ലെവലാണ്. ഫോണിനെ വളരെ ഫോണിന് ഒരു ബ്യൂട്ടി കൊടുക്കുന്നത് ഇതിൻ്റെ ഗ്ലാസ് തന്നെയാണെന്ന് പറയാം. പെട്ടെന്ന് നോക്കുമ്പോൾ അടിപൊളി ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഫോണിന്. കാണാൻ നല്ല വലുപ്പം ഉണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു വെയിറ്റ് കാര്യങ്ങളില്ല. 6.67 ആണ് അതിൻ്റെ ഡിസ്പ്ലേയുടെ ഒരു വലുപ്പം കൊടുത്തിരിക്കുന്നത്. ഇതിൽ 192 ഗ്രാം മാത്രമേ ഇതിനുള്ളൂ. 8.1 തിക്നെസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പവർ ബട്ടണിൽ തന്നെയാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഫിംഗർ പ്രിൻറ്റ് നൽകിയിട്ടുണ്ട്. സോഫ്റ്റ് ടച്ച് മാത്രം മതി. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് പവർ ബട്ടൺ അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയാണ് കാണുന്നത്, പക്ഷേ അത് വളരെ തീരെ ചെറിയ രീതിയിലാണ് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും. അങ്ങനെ ഒരു ഡിസൈനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. 16 MB ആണ് കൊടുത്തിരിക്കുന്നത്. 16 മെഗാ പിക്സലാണ് ഫ്രണ്ട് ക്യാമറ കൊടുത്തിരിക്കുന്നത്. യൂസ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിട്ടാണ് നമുക്ക് ഫോൺ കാണുമ്പോൾ തോന്നുന്നത്. ഇതിവിടെ 3 ബട്ടണാണ് ഇതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഫിംഗർ പ്രിൻറ്റിൻ്റെ ബട്ടണും ആ സൈഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, 3ാമത്തെ ബട്ടണ്. അടുത്ത നമുക്ക് ഇതിനകത്തെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ബാറ്ററി വരുമ്പോൾ 5020 mAh ആണ് ബാറ്ററി വരുന്നത്. 33 വോൾട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. 33 വോൾട്ട് ഫാസ്റ്റ് ചാർജിങ് 1 അവർ 1.5 അവർ കൊണ്ട് ഫുള്ള് നമുക്ക് ചാർജ് ആയി കിട്ടും. വളരെ ഫാസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ചാർജിങ് ടൈം എന്ന് പറയുമ്പോഴത്തേക്കും.
സാധാരണ ബാറ്ററി അപേക്ഷിച്ച് കുറച്ച് വലുതാണ് ഇതിൻ്റെ ബാറ്ററി കൊടുത്തിരിക്കുന്നതും. ഇതിൻ്റെ സിം ട്രേ ആണെങ്കിൽ 2 സിം ട്രേ ആണ് ഉള്ളത്. അതുപോലെ തന്നെ 2 സിം ഇടാൻ പറ്റും ഒരേ ടൈം. നാനോ സിമ്മാണ് നമുക്ക് ഇടാൻ പറ്റുക, 2 നാനോ സിം. അതുപോലെ തന്നെ ഒരു മൈക്രോ SD നമുക്ക് ഇടാനായിട്ട് സാധിക്കും. ഇതിൽ IR ബ്ലാസ്റ്റർ ഉള്ളത് കൊണ്ട് തന്നെ വീട്ടിലെ AC, TV ഒക്കെ തന്നെ റിമോട്ടായിട്ട് TVയുടെ ഒക്കെ റിമോട്ടായിട്ട് നമുക്കിത് യൂസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. LED ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. വീഡിയോ, ഫിലിം, യൂട്യൂബ് അങ്ങനെയൊക്കെ കാണാനായിട്ടാണെങ്കിൽ സൂപ്പറാണ് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുമ്പോഴത്തേക്കും. വളരെ ഫാസ്റ്റ് ടച്ചിങ് ആണ്. 240 Hz ആണ് നൽകിയിരിക്കുന്നത്. ടച്ച് സാമ്പിളിംഗ് റേറ്റ് വളരെ കൂടുതലാണ്. ഡിസ്പ്ലേ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഗോറില്ല ഗ്ലാസ് 5 കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. പക്ഷേ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനൊരു കവർ ഇടുന്നതായിരിക്കും നല്ലത്. ബാക്ക് സൈഡ് ഇതിൻ്റെ ക്യാമറയിൽ നിന്നെടുത്ത ഫോട്ടോസാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ സംവിധാനമാണ് നൽകിയിരിക്കുന്നത്. വീഡിയോ ക്വാളിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ നല്ല ക്വാളിറ്റിയാണ്, സൂപ്പർ ഡിസ്പ്ലേയും ക്വാളിറ്റിയുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഫോൺ 2 വേരിയൻറ്റുകളിലാണ് നമുക്ക് ലഭിക്കുക. 6GB 8GB ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 6GB 21,500 21,500 8GB 24,500 റേറ്റ്. ഇതൊരു 5G ഫോണല്ല, ഇതൊരു 4G ഫോണാണ്. ക്യാമറ ബേസ് നോക്കുമ്പോഴത്തേക്ക് 108 മെഗാപിക്സൽ ക്യാമറ. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഐസോസെൽ HM2ൻ്റെ സെൻസറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മൊത്തം 4 ക്യാമറകളാണ് ഇതിനുള്ളത്. ഫോണിൻ്റെ ബാക്ക് സൈഡ് നൽകിയിട്ടുണ്ട് പ്രൈമറി ക്യാമറ. അല്ലാതെ തന്നെ 8MB വൈൽഡ് ആംഗിൾ ക്യാമറയും 5MB മാക്രോ സെൻസറും നൽകിയിട്ടുണ്ട്. 2MB ഡെപ്ത് സെൻസറും നൽകിയിട്ടുണ്ട്. മാക്രോ സെൻസറിൽ സൂമിംഗ് കപ്പാസിറ്റി കൂടെ നൽകിയിട്ടുണ്ട്. ഇതിൽ നൈറ്റ് മോഡ് 2 വേരിയേഷന് നൽകിയിട്ടുണ്ട്. നൈറ്റ് മോഡ് നല്ലൊരു ഫീച്ചേഴ്സ് എടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. വ്ളോഗ് മോഡ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്ളോഗേഴ്സിന് ഒക്കെ ഈ ഫോൺ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ക്ലോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതിതുപോലെ നമുക്ക് ഒരേ ഫ്രെയിമിൽ തന്നെ ഒരാളുടെ 2 ഫോട്ടോ അല്ലെങ്കിൽ 2ൽ കൂടുതൽ ഫോട്ടോസ് നമുക്ക് അതിൽ എടുക്കാനായിട്ട് സാധിക്കും. അതാണ് ക്ലോൺ എന്ന് പറയുന്ന ഓപ്ഷന്. ടച്ച് ചെയ്യുമ്പോൾ വളരെ സ്പീഡ് നമുക്ക് വളരെ ഫാസ്റ്റുമാണ്. ഫാസ്റ്റ് വളരെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൽ ടച്ച് സ്ക്രീനിൽ. ഫ്രണ്ട് ക്യാമറ നമ്മൾ പറഞ്ഞിരുന്നു 16MB ആണ് ഫ്രണ്ട് ക്യാമറ ഇതിൻ്റെ വരുന്നത്. വളരെ ചെറിയൊരു സൈസാണ് ഫ്രണ്ട് ക്യാമറ എന്ന് പറയുമ്പോൾ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു പോയിന്റ് പോലെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. 3 കളറാണ് ഇതിൻ്റെ പുറത്ത് ഇറങ്ങിയിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ വാങ്ങിയിരിക്കുന്ന കളറ് ഡാർക്ക് നൈറ്റാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. 4 ഡേയ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പം നല്ല ബാറ്ററി ബാക്കപ്പാണ് 4 ഡേയ്സും കൊണ്ട് കിട്ടിയത്. അങ്ങനെ ഓവർ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു 4G ഫോണാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ ഓൾ.